ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ അഗ്ലോണിമാരെ വീഡിയോ ആണ് കേട്ടോ. അഗ്ലോണിമ ചെടികളൊക്കെ ഞാൻ ഇവിടെ കുറച്ച് പണികൾ നടന്നിരുന്നു. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് എടുത്തിട്ട് അത് ഇവിടെ ബാക്കിൽ ഒരു ഭാഗത്ത് കൊണ്ട് വെച്ചിരിക്കുക. ബാക്കിൽ വെച്ച് കഴിഞ്ഞാൽ ഈ അഗ്ലോണിമാരെ ഭംഗിയൊന്നും നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. ഇത് നോട്ടം ചെല്ലാത്തൊരു സ്ഥലത്താണ് ഞാൻ എല്ലാം കൂടി കൂട്ടി വെച്ചിരിക്കുന്നത്. അപ്പം ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് ഫ്രണ്ടിലൊന്ന് നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെക്കണം. ഇത് ഇപ്പൊ ബാക്കിലിരിക്കുമ്പോ എന്താ കുഴപ്പമെന്നറിയോ, നമുക്ക് ഇതിന്റെ ഈ പഴുത്തതേ ഇതുപോലെയുള്ള പഴുത്ത ഇലകളൊക്കെ ഇല്ലേ, ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല. ഇവിടെ ആകുമ്പോൾ ഫ്രണ്ടിൽ ഇരിക്കുന്ന വെച്ചാൽ നമ്മള് ഇതൊക്കെ എടുത്ത് നല്ല നീറ്റാക്കി വെക്കും. ഒരേ ചട്ടിയും നമ്മൾ ഡെയിലി നോക്കി ഇതിന്റെ പഴുത്ത ഇലകളും ഉണങ്ങിയ ഇലകളൊക്കെ മുറിച്ച് കളഞ്ഞ് നല്ല ഭംഗിയിൽ വെക്കും. പിന്നെ ഈ ചട്ടി നോക്കിയ ഇതില് നിറച്ച് തൈകളാണ് കണ്ട തിങ്ങി നിക്കണ്. ഞാൻ ഇതൊന്നും പറിച്ചു മാറ്റി വേറെ ചട്ടിയിലേക്ക് വെക്കില്ല. എന്താണെന്ന് വെച്ചാല് എനിക്ക് ഇതുപോലെ തിങ്ങി നിക്കണതാ ഇഷ്ടം. ചട്ടി തിങ്ങി നല്ല ബുഷിയായി നിൽക്കുമ്പോഴാണ് ഓരോ ചെടിയും കാണാൻ നമുക്ക് ഭംഗി തോന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു തൈ മുളച്ചു വരുമ്പോഴേക്കും അത് പറിച്ചു മാറ്റൂല. ഇതുപോലെ തന്നെ നല്ല ബുഷിയായി വെക്കും. എല്ലാ അഗ്ലോണിമയും അങ്ങനത്തെ ഇരിക്കുന്നത് പറിച്ചു മാറ്റാണ്ടേ. നമുക്ക് ഇതൊന്ന് ഫ്രണ്ടിൽ അറേഞ്ച് ചെയ്യാം കേട്ടാ. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇനി നമുക്ക് ഈ ചട്ടികളൊക്കെ ഓരോന്നെടുത്ത് ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകണം കേട്ടാ. ഇന്ന് മിനി വരൂല, ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം വീഡിയോ. മിനി ഇങ്ങോട്ട് പണിക്ക് വരാൻ നിൽക്കുമ്പോൾ അവള് വഴുക്കി വീണിട്ട് കൈ ഉളുക്ക എന്തോ ഭയങ്കര വേദന എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഫോൺ വിളിച്ച് പറഞ്ഞു ഞാൻ ഇന്ന് വരൂല, ഡോക്ടറെ അടുത്ത് പോകണു ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ഹെൽപ്പിന് ആരും ഇല്ല, മിനിയൊന്നും ഇല്ല. നമുക്ക് ഭയങ്കര കനുണ്ട്. ഒരേ ചട്ടികൾ പൊക്കി ഫ്രണ്ടിൽ കൊണ്ടുവയ്ക്കുക. മീൻകാരന്റെ ശബ്ദം വീഡിയോയിൽ വരും. അഗ്ലോണിമയൊക്കെ പിന്നീന്ന് എടുത്തിപ്പോ ഞാൻ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടാ. കണ്ട, ഇത് എൻ്റെ എടുത്തിരിക്കുന്നത് അഗ്ലോണിമ ലിപ്സ്റ്റിക്ക് പിങ്ക് എന്നത് കണ്ട. ഇതിന്റെ ഇലകൾ കണ്ട, സൈഡില് പിങ്ക് ബോർഡർ കൊടുത്തിട്ട് നടുവിലൊരു വര കൊടുത്തിട്ടൊക്കെ. അതുകൊണ്ടാണ് ഇതിനെ അഗ്ലോണിമ ലിപ്സ്റ്റിക്ക് പിങ്ക് എന്ന് പറയുന്നത്. എനിക്കറിയുന്ന അഗ്ലോണിമാരെയൊക്കെ പേര് ഞാൻ പറഞ്ഞുതരാം കേട്ടാ. എല്ലാതും പൊക്കി താങ്ങി ഇവിടെ കൊണ്ടുവച്ചു. ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ക്ഷീണാവും. നമുക്ക് ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ നല്ലതാണ്. ഇത്രയും അഗ്ലോണിമാരെ ചെടികൾ ഞാൻ ബാക്കിൽ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇവിടെ നിന്ന് അറേഞ്ച് ചെയ്യണം. നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ട് കാണിക്കാം. ചെടി നമ്മൾ കുട്ടികളെ നോക്കണ പോലെ നോക്കണം. ഒരു ദിവസം നമ്മുടെ കണ്ണ് തെറ്റിയ ചെടിയുടെ ഭംഗി പോയി. ഇലയൊക്കെ മഞ്ഞ കളറായി കണ്ട ബാക്കിൽ കൊണ്ടുവച്ചിട്ട്. അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ ഡെയിലി ക്ലീൻ ചെയ്ത് വെക്കുന്നതാണ്. അപ്പം ഇതിൻ്റെയൊക്കെ പേര് ഇനി ഞാൻ പറഞ്ഞുതരാം. എനിക്കറിയുന്ന പേര് പറഞ്ഞുതരാം. എന്തെങ്കിലും പേര് തെറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടാ അറിയുന്നവര്. അപ്പം അതൊന്ന് കമൻറ്റ് ചെയ്ത് തരാം. പേരെന്തെങ്കിലും ഞാൻ തെറ്റി പറഞ്ഞാൽ അഗ്ലോണിമാരെ പേര് പറയാം. ഈ ഒരു അഗ്ലോണിമ സിൽവർ ക്യൂൺ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അഗ്ലോണിമാരെ കണ്ട, ഇതിൻ്റെ ഇലയുടെ പ്രത്യേകത കണ്ട. ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളോ ഇലയ്ക്കൊക്കെ. അടുത്ത വെറൈറ്റി അഗ്ലോണിമ സ്നോ വൈറ്റ്. ഈ അഗ്ലോണിമേനെ പറയുന്നതാണ് അഗ്ലോണിമ സ്നോ വൈറ്റ് എന്നാണ് കേട്ടോ. കണ്ട, ഇതിൻ്റെ ഇലമേൽ വെള്ള പൊടി 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 പോലെ ആയിട്ട്. ഈ ഒരു ചെടി അഗ്ലോണിമ ലിപ്സ്റ്റിക് റെഡ്. നേരത്തെ ഞാൻ ഇതിൻ്റെ പിങ്ക് കാണിച്ചെന്നില്ലേ, അഗ്ലോണിമ ലിപ്സ്റ്റിക് പിങ്ക്. അതിൻ്റെ ലിപ്സ്റ്റിക് റെഡ് ഇതിൻ്റെ അരികിൽ കണ്ട ചോന്ന ലൈൻ. അപ്പോൾ ഇത് അഗ്ലോണിമ ലിപ്സ്റ്റിക് റെഡ് കേട്ടാ. ഈ ഒരു റെഡ് അഗ്ലോണിമ റെഡ് വാലന്റൈൻ എന്ന് പറയുന്നൊരു വെറൈറ്റീന് കേട്ടാ. കണ്ട, ചോപ്പിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട്, ചെറിയ ചെറിയ വ്യത്യാസങ്ങളായിട്ട്. അപ്പോൾ നമുക്ക് പേരും ചിലപ്പോൾ തെറ്റിപ്പോവും.
ഇത് അഗ്ലോണിമ നിറ്റിഡം എന്ന് പറയുന്ന വെറൈറ്റീന്. കണ്ട ഇതിൻ്റെ എല്ലാവരും പ്രത്യേകത കണ്ട. ഇത് അഗ്ലോണിമ പിങ്ക് ഡാൽമേഷൻ എന്ന് പറയുന്നൊരു വെറൈറ്റീന് കേട്ടോ അഗ്ലോണിമേരെ. ഇത് അഗ്ലോണിമ സിൽവർ വൈറ്റ്. കണ്ട ഇതിൻ്റെ എല്ലാവരും പ്രത്യേകത കണ്ട, വീതി കുറഞ്ഞ് നല്ല ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വരുന്നത് ഇനി അടുത്തൊരു പ്ലാന്റും ഉണ്ടാ. ഇതും ഉണ്ടാ അഗ്ലോണിമേരെ ആ ഒരു വെറൈറ്റിയിൽ വരുന്ന വേറൊരു ടൈപ്പ് പ്ലാന്റിന്. അടുത്തത് അഗ്ലോണിമേരെ കോമുറ്റാറ്റം സ്കോട്ട് എന്ന് അങ്ങനെ എന്തോന്ന് പേര് ഇതിൻ്റെ കേട്ടാ. വായൽ വരാത്ത പേരുകളൊക്കെ. എല്ലാവരും വലിപ്പമൊക്കെ കണ്ട. റെഡ് പല വെറൈറ്റി ഉണ്ട് കേട്ടോ. റെഡിൽ തന്നെ നമ്മൾ ഇലച്ചെടിയായാലും ഇത് നല്ല ഷെയ്ഡിലൊക്കെ വെച്ച് വളർത്തി കഴിയുമ്പോഴേ ഭയങ്കര ഭംഗീന് കാണാനായിട്ട്. പൂച്ചെടി വളർത്തുന്നേക്കാളും ഭംഗീന് നമ്മുടെ ഇലച്ചെടികൾ കാണാനായിട്ട്. ഒരു പ്രത്യേക ഭംഗീന് ഇലച്ചെടികളെ കാണാനായിട്ട്. നമ്മൾ പിന്നെന്താണെന്ന് വെച്ചാൽ അത് അതേപോലെ കെയർ ചെയ്യണമല്ലോ. അത് എനിക്കറിയുന്ന പേരൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടാ. പേരെന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളായിട്ടുള്ളതായതുകൊണ്ടേ നമുക്ക് ഇത് നല്ല ഭംഗിയുള്ള ഒരു അഗ്ലോണിമീന്. ചട്ടി തിങ്ങി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഇതെപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് ചീഞ്ഞു പോവും. നല്ലതായി വരും പിന്നെ ചീഞ്ഞു പോവും. നമുക്ക് ഇതൊക്കെ ഒന്ന് നല്ല ഭംഗിയിലൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനൊക്കെ കട്ടിയായി കൊണ്ട് വാരി ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നു, ഒന്നിച്ച് കൂട്ടി വെച്ചിരിക്കുന്നു. ഈ ചെടികൾ ഇരിക്കുന്നില്ലേ, ഇതിൻ്റെ സൈഡിലായിട്ടാണ് ഇപ്പം നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ. നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് വെക്കാം കേട്ടോ. എല്ലാതും ഇവിടെ കൊള്ളില്ല, കുറച്ച് അപ്പുറത്തെ സൈഡിലും വയ്ക്കാം. ഒരെണ്ണം കൂടി വയ്ക്കാം ഇപ്പുറത്തെ. ഒരെണ്ണം കൂടി കൊള്ളും, ബാക്കി അപ്പുറത്ത്. ഈ സൈഡിൽ ഇപ്പം നമ്മൾ വെക്കൽ കഴിഞ്ഞു കേട്ടാ. കുറച്ച് ഇത് ഇങ്ങോട്ട് വലിച്ചേക്കാം. ശരി. എട്ടും വരെ വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിൽ വെക്കണം ഇതൊക്കെ. അഗ്ലോണിമേനയൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു കേട്ടോ. നല്ല ഷെയ്ഡുള്ള ഭാഗത്ത് നോക്കി കാർപോർച്ചി തന്നെ സെറ്റ് ചെയ്തു. അഗ്ലോണിമയ്ക്ക് അധികം വെയിൽ അത്ര നല്ലതല്ല. പാർഷ്യൽ ഷെയ്ഡ് അല്ലെങ്കിൽ
മുഴുവനായിട്ടുള്ള ഷെയ്ഡാണ് അഗ്ലോണിമയ്ക്ക് ഇഷ്ടം വളരാനായിട്ട്. എന്നാലേ അതിൻ്റെ ഇലകളൊക്കെ ഇതേപോലെ നല്ല ഭംഗിയിൽ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ നല്ല സൂര്യപ്രകാശം തട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകളൊക്കെ ഉണ്ടല്ലോ പഴുത്തു പോവും. ഇതുപോലെ ഭംഗിയിൽ നിൽക്കണമെങ്കിൽ നമ്മൾ ഇതേപോലെ നന്നായി കെയർ ചെയ്യണം. ഈർപ്പം അതുപോലെ തന്നെ കണ്ടില്ലേ, നല്ല നനവും ഷെയ്ഡൊക്കെ ആകുമ്പോൾ ഇത് നന്നായി വളർന്നു വരും. അത് വിചാരിച്ചിട്ട് ഒരുപാട് വെള്ളമൊന്നും കോരി ഒഴിക്കരുത് കേട്ടോ, അപ്പോൾ ഇത് ചീഞ്ഞു പോകും. വെള്ളം വാർന്നു പോണ മണ്ണെന്ന് വെച്ചാൽ നമുക്ക് ദിവസേന നനച്ചു കൊടുത്ത് കഴിഞ്ഞാൽ വെള്ളം അതിൽ കെട്ടി നിൽക്കാണ്ട് തന്നെ വാർന്നു പൊക്കോളും. ഞാൻ പിന്നെ എൻ്റെ ചെടികൾക്കൊക്കെ അധികം ചാണകപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി മറ്റേ സൈഡിൽ വെച്ചത് കാണിക്കുക. ഇതൊരു സൈഡിലാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്തത്. ഇത് കാർപോർച്ചിൻ്റെ വേറെ ഒരു സൈഡിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ. ഇത് ആദ്യം കാണിച്ചേക്കാളും കുറച്ച് വളർന്ന അഗ്ലോണിമ ആയതുകൊണ്ടുണ്ടല്ലോ, വളർന്നതല്ലാതെ ഒരു സൈഡിലേക്ക് മാറ്റി ഞാൻ. ചെറുതായിട്ടുള്ളതൊക്കെ ഒരു സൈഡിൽ വെച്ചു. അപ്പോൾ രണ്ടും കാണാൻ നല്ല ഭംഗി ഉണ്ടാവുമേ അല്ല. ഈ സൈഡിൽ ഇതാണ് നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നത്. കണ്ട എങ്ങനെയാണ് വെച്ചിരിക്കുന്നതെന്ന്. ഞാനിപ്പോൾ എൻ്റെ അഗ്ലോണിമ സെറ്റ് ചെയ്തിട്ടുള്ള സ്ഥലം ഉണ്ടല്ലോ, ആവശ്യത്തിനുള്ള വായുവും വെളിച്ചവും കിട്ടുന്ന ഒരു സ്ഥലം നോക്കിയിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അഗ്ലോണിമയ്ക്ക് വേറൊരു പേരും കൂടി ഉണ്ട് കേട്ടോ, ചൈനീസ് എവർഗ്രീൻ എന്നും കൂടി ഇത് അറിയപ്പെടും. അഗ്ലോണിമയ്ക്ക് NPK വളങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലേ പെട്ടെന്ന് വളർന്നു വരും അഗ്ലോണിമ. ഞാൻ എൻ്റെ ചെടികൾക്കൊക്കെ ചാണകപ്പൊടിന് ഇട്ട് കൊടുക്കുക. ചാണകം വീട്ടിൽ വാങ്ങി ഉണക്കി ചാക്കിലാക്കി എടുത്ത് വയ്ക്കും. എല്ലാ ചെടികൾക്കും ചാണകപ്പൊടിന് ഇട്ട് കൊടുക്കുക. അതേപോലെ നേരിട്ടുള്ള സൂര്യപ്രകാശം ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു ചെടീന് അഗ്ലോണിമ. മഴ ഒരുപാട് ഇഷ്ടമുള്ള ചെടീന് അഗ്ലോണിമ. പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുമ്പോൾ വെള്ളം വാർന്നു പോണ മണ്ണായിരിക്കണമെന്ന് മാത്രം. അപ്പോൾ മഴയത്ത് നമ്മുടെ അഗ്ലോണിമ ഇരുന്നാലും യാതൊരു കുഴപ്പം പറ്റില്ല. ചെടിയുടെ കടയ്ക്കൽ വെള്ളം കെട്ടി നിൽക്കാണ്ടിരുന്നാൽ മതി കേട്ടാ. അപ്പോൾ ചെടി നന്നായി വളർന്നു വരും. സൂര്യപ്രകാശം ഒട്ടും ഇഷ്ടമില്ല അഗ്ലോണിമയ്ക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വരാം, ചെടികളെ വീഡിയോസ് ആയിട്ട്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ഇടുക. ചെടീനെയും പൂവിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വയർത്ത് കുളിച്ചു ചെടിച്ചട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ടേ നമ്മുടെ നാട്ടിലെ ചൂടും നമ്മൾ പണിയും കൂടി ചെയ്യുമ്പോഴേ ആകെ വയർത്ത് തളർന്നു ഞാനാകെ. പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.